പുതിയ കണക്ക് പ്രകാരം കോൺഗ്രസ് 80 സീറ്റിലും CPM 58 സീറ്റിലും BJP 2 സീറ്റിലുമാണ് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു കണക്ക്. ആ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ സ്വാഭാവികമായി തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമല്ലോ. VD സതീശൻ പറയുന്നത് പോലെ തന്നെ ഒരു 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസ് തിരിച്ചു വരുമോ? തീർച്ചയായിട്ടും കോൺഗ്രസ് തിരിച്ചു വരുമെന്ന് ഒരു രാഷ്ട്രീയ അനാലിസിസ് ചെയ്യുന്ന വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് അവകാശപ്പെടാൻ ഒക്കുകയില്ല. കാരണം 2 സീറ്റല്ല 8 സീറ്റ് വന്നിട്ടുണ്ട്. വോട്ടം പാറ്റൻറ്റ് വെച്ച് നോക്കുമ്പോൾ കേരള സംസ്ഥാനത്ത് ഇപ്പോഴത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 8 സീറ്റോളം BJP മുന്നിൽ വന്നിട്ടുണ്ട്. അത് ഈ BJP വിരുദ്ധർ പറഞ്ഞ് പരത്തുന്നതാണ്. എന്ത് ബേസിലാണ് കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് പറയുന്നത്? തിരുവനന്തപുരം കോർപ്പറേഷനിലെ എൻ്റെ വാർഡിൽ തന്നെ ആക്കുളം തൊട്ടടുത്ത അലത്തറ വാർഡിലെല്ലാം 2 മണി കഴിഞ്ഞപ്പോൾ തന്നെ LDFകാർ മേടിച്ചു കൊടുത്ത ഊണും കഴിച്ചിട്ട് അവർ വീടുകളിൽ പോയി മടക്കി. ഗ്രാസ് റൂട്ട് ലെവൽ വർക്ക് നടത്താൻ കോൺഗ്രസിന് ബൂത്ത് കമ്മിറ്റികളില്ല. ഉള്ള സ്ഥലത്തെല്ലാം പേപ്പർ കമ്മിറ്റികളാണ്. അല്ല, പക്ഷേ UDF തരംഗമാണ് നാം കണ്ടത്. UDF തരംഗം വന്നിട്ടുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും ശബരിമലയിലുള്ള കട്ടളപ്പാടിയും അതുപോലെ 34 കിലോ സ്വർണ്ണം അടിച്ചു മാറ്റിയത് CPMൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിക്കും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MLAക്കും പങ്കുണ്ടെന്ന് തെളിഞ്ഞതുകൊണ്ട് ഒരു ജനവികാരമാണ്. അല്ല, ഈ പ്രചരണം തന്നെ അവർ തുടരും. എവിടെ? അടുത്ത നിയമസഭയിലും ഇല്ല. അടുത്ത നിയമസഭയിൽ അവർ BJP ഇവിടെ ജനങ്ങളെ സമീപിക്കാൻ പോകുന്ന എന്താണ്? സുസ്ഥിരമായ ഭരണം, ഒരു മാറ്റം, മാറാത്തത് മാറും, കെട്ടുറപ്പുള്ള ഡബിൾ എഞ്ചിൻ സർക്കാർ വേണം. ഈ 3 ക്യാപ്ഷൻ ബഹുമാനപ്പെട്ട ചന്ദ്രശേഖരും സംസ്ഥാന BJP ടീമും ജനങ്ങളുടെ മുമ്പിൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ കേരളത്തിൽ ആവശ്യം മാറി മാറി വരുന്ന അനിയം ബാവ ചേട്ടൻ ബാവ രാഷ്ട്രീയമല്ല. ഇവർ രണ്ടുപേരും ഒരു നാണയത്തിൻ്റെ വശങ്ങളും തൊട്ടടുത്ത് കളിക്കവളയ്ക്കപ്പുറവും മഞ്ചേശ്വരത്തിനപ്പുറവും ഇവർ ഇന്ത്യ മുന്നണി മഹാഗഡ്ബന്ധൻ എന്ന് പറഞ്ഞ് നിൽക്കുന്നു. കേരളത്തിൽ ഇത് കണ്ണിൽ പൊടിയിടാനാണെന്ന് അവർ പറയുന്ന പ്രബുദ്ധരായ കേരള ജനതയ്ക്ക് വ്യക്തമായിട്ടറിയാം. ഈ LDF UDF കേരളത്തിൽ അധികാരത്തിനും ഇതുപോലുള്ള അമ്പലക്കൊള്ളയ്ക്കും പള്ളിക്കൊള്ളയ്ക്കും കേന്ദ്രം കൊടുക്കുന്ന കാശുകൾ കട്ടുതിന്നാനുമാണെന്ന് ഇവിടുത്തെ കേരളത്തിലെ പ്രബുദ്ധരായ സാക്ഷര സമ്പന്ന കേരളത്തിലെ അമ്മമാർക്കും പെങ്ങന്മാർക്കും അറിയാം. ഇവിടെ സംസ്ഥാനത്തിന് ഇവർ പ്രഖ്യാപിച്ചു തുച്ഛമായ കാശുകൾ ഇതുവരെയും കൊടുത്തിട്ടില്ല. നിരവധി പെൻഷനുകൾ, വാർദ്ധക്യ പെൻഷൻ കൊടുക്കുന്നില്ല, കർഷക തൊഴിലാളി പെൻഷൻ കൊടുക്കുന്നില്ല, തൊഴിലില്ലായ്മ വേതനം കൊടുക്കുന്നില്ല, കേന്ദ്രം കൊടുക്കുന്ന ടൗൺ ഡെവലപ്മെൻറ്റും പഞ്ചായത്തിനും കുടുംബശ്രീകൾക്കും കൊടുക്കുന്ന ഫണ്ട് കറക്റ്റ് ഉപയോഗിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇവർ ഇടതുപക്ഷം വരുമെന്ന് അവർ പറയുന്നു, കോൺഗ്രസ് വരുമെന്ന് അവർ പറയുന്നു. ഇതേ കോൺഗ്രസ് തന്നെയാണ് 10 വർഷം മുമ്പ് ജനം ചവിട്ടി പുറത്താക്കിയത്. അതുകൊണ്ടാണ് ഇടതുപക്ഷം വീണ്ടും രണ്ടാമത് വന്നത്. ഇപ്പോൾ അവർ പറയുന്നത് എന്താ? BJP ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കേസുണ്ട്, അതുകൊണ്ട് കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി BJP ഇവിടെ കോൺഗ്രസ് വരാതിരിക്കുവാൻ ശ്രമിക്കുന്നു. അല്ല, കോൺഗ്രസിൻ്റെ പടലപ്പണക്ക് അവർ സ്ഥിരം പറയുന്ന ഒരു വാക്ക് അവർക്കുണ്ട്. നമ്മളെല്ലാം ഇലക്ഷൻ വരുമ്പം ഒന്നാവും, അത് കഴിയുമ്പോൾ അടിച്ച് പിരിയും. അതെന്തോ ജനങ്ങളെ പറ്റിക്കാനോ? കോൺഗ്രസിന് വ്യക്തമായ അടിസ്ഥാന ബേസിക് ഫിലോസഫി ഉണ്ടോ? ഈ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് കോൺഗ്രസ് ഉണ്ടായി അവർ പറയുന്നത് എന്താ? ഉമ്മൻചാണ്ടി കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ CPM ആയിരിക്കുമോ 72 സീറ്റോ 71 സീറ്റ് നേടുക? ഇല്ല, BJPയുടെ നിർണായകമായ സപ്പോർട്ടുണ്ടായിരിക്കും. BJP ഇതിൽ ബുദ്ധിമുട്ടുന്ന അമർഷം പുകയുന്ന CPMൻ്റെയും കോൺഗ്രസിൻ്റെയും മുന്നണി സംവിധാനത്തിൽ നിൽക്കുന്ന ഘടകകക്ഷികൾ കുറച്ച് വിട്ടുവരും. BJPക്ക് 1നും 18നും ഇടയ്ക്ക് അസംബ്ലി സീറ്റുകൾ കരസ്ഥമാക്കുവാൻ ഇപ്പോഴത്തെ വോട്ടും പാറ്റേൺ വെച്ച് കഴിയും. അതാണ് അപ്പോൾ ചേട്ടാ പറഞ്ഞു വരുന്ന ഒരു തൂക്കുസഭയായിരിക്കും. തൂക്കുസഭയായിരിക്കും കേരളത്തിൽ വരുന്നത്. നിർണായ കേന്ദ്രത്തിൻ്റെ സപ്പോർട്ടോടുകൂടി കേന്ദ്രം ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ വരണം. ദരിദ്ര കേരളമായ ഈ കൊച്ചു കേരളത്തെ രക്ഷിക്കുവാൻ എല്ലാ പാർട്ടികളും ഒന്നായി പുതിയൊരു മുന്നണി സംവിധാനം കേരളത്തിൽ വരും. അല്ല, പക്ഷേ ഈ പിണറായി സർക്കാരിലെ അംഗങ്ങൾ പറയുന്നത് കൃത്യമായി തന്നെ ഒരു തുടർഭരണം ഉണ്ടാകുമെന്നാണ്. അവരുടെ ആത്മവിശ്വാസമാണ്. അത് നമുക്കിപ്പോൾ നിഷേധിക്കാൻ ഒക്കില്ല. എനിക്ക് എൻ്റെ ഒരു ആത്മവിശ്വാസമുണ്ട്. ചിലപ്പോൾ കേരളത്തിൽ നരേന്ദ്രമോദി കേന്ദ്രത്തിലുണ്ടല്ലോ, ആകുന്ന അത്ര യുവാക്കൾക്ക് ജോലി കിട്ടേണ്ടയും വിഴിഞ്ഞം പോലുള്ള പദ്ധതികളും ഇതുപോലുള്ള ടൗൺ ഡെവലപ്മെൻറ്റുകളും നമ്മുടെ ബ്രഹ്മോസ് പോലുള്ള പദ്ധതികൾ കാട്ടാക്കട കൊണ്ടുവന്ന് ടെക്കുകൾക്കും ബിടെക്കുകാർക്കും ജോലി കിട്ടും. ചിലപ്പോൾ BJP ഒന്നുകൂടാന്നില്ല.
കേരളത്തിൽ നരേന്ദ്രമോദിയെ, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് കേരളമായാലും കാശ്മീരായാലും യു പി ആയാലും അദ്ദേഹത്തിന് ഇന്ത്യൻ ജനത തുല്യതയാണ്. ആ രീതിയിലുള്ള ഒരു ഭവ്യതയും പവിത്രതയും ആരോടുമില്ല പ്രീണനം, എല്ലാവർക്കും തുല്യനീതി എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ്. BJP അത്തരം കാര്യങ്ങൾ അവകാശപ്പെടുമ്പോൾ 25% വോട്ടായിരുന്നു നിലവിലെ സാഹചര്യത്തിൽ പ്രതീക്ഷിച്ചിരുന്നത്. അതെ, ഇപ്പോൾ 20 പോലും എത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. 19.8 എത്തിയിട്ടുണ്ട്. നാം ഇപ്പോഴുള്ള തദ്ദേശ ഏകദേശം കണക്കുകൾ മൊത്തം വന്നിട്ടില്ലല്ലോ. എല്ലാ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ കയറി നോക്കുകയാണെങ്കിൽ 18.98% വോട്ട് വന്നിരിക്കുന്നു. ഇനി എല്ലാ കണക്കുകളും ഇപ്പം വയനാട് പോലുള്ള മേഖലകൾ, വനവാസി മേഖലകളിൽ എല്ലാ കണക്കുകളും വരുമ്പം രാജീവ് ചന്ദ്രശേഖർജി പറഞ്ഞ കണക്ക് ഇവിടെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. അദ്ദേഹം എന്താ പറഞ്ഞത്? 19-ന് 20% വോട്ട്. താങ്കൾ പറഞ്ഞ പോലെ, ലേഖൻ പറഞ്ഞ പോലെ ഒന്ന് ചിന്തിക്കണം. രണ്ട് പ്രബല മുന്നണികളാണ്. UDF-നകത്ത് 16 കക്ഷി, LDF-നകത്ത് 15 കക്ഷി. ഈ രണ്ട് മുന്നണികളുമാണ്. പ്രഖ്യാപനം 25%. അതെ, അത് ചില അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇപ്പോൾ പൊതുപ്രവർത്തനത്തിനകത്ത് എൻ്റെ വാർഡിൽ നിൽക്കുകയാണ്. ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും എനിക്ക് വോട്ട് തരും. കമ്മ്യൂണിസ്റ്റുകാർക്കും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേൺ ആ രീതിയിൽ നമ്മൾ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല. വ്യക്തിബന്ധങ്ങൾക്ക് വോട്ട് കൊണ്ട് ഇപ്പം തിരുവനന്തപുരത്ത് നിരവധി 2 സ്വതന്ത്രർ ജയിച്ചു. അവർ ആ വാർഡിൽ പൊതുപ്രവർത്തന രംഗത്ത് പാർട്ടികളിലായിരുന്നു, സീറ്റ് കൊടുത്തില്ല, സ്വതന്ത്രമായിട്ട് നിന്നു. വ്യക്തിബന്ധം വാർഡിലുള്ളത് കൊണ്ടാണ്. അത് അസംബ്ലിയിൽ അത് നടക്കുകയില്ല. ഒരു കേഡർ നാഷണലിസ്റ്റ് പാർട്ടിയുടെയോ സ്റ്റേറ്റ് പാർട്ടിയുടെയോ സിമ്പലിൽ നിന്നാൽ മാത്രമേ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിനെയും അസംബ്ലി തിരഞ്ഞെടുപ്പിനെയും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനെയും നമ്മൾ ജനാധിപത്യ പ്രക്രിയയിൽ കമ്പയർ ചെയ്യാൻ പാടില്ല. കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് വ്യക്തിബന്ധങ്ങൾക്ക് ഒരു വീട്ടു നമ്പർ വേണം, ഒരു കോർപ്പറേഷനിൽ ഒരു ആവശ്യമുണ്ട്, അല്ലെങ്കിൽ കുടിക്കുവാൻ വെള്ളം കിട്ടുന്നില്ല, വിളിച്ചാൽ ഓടി വരുന്ന എൻ്റെ അടുത്ത കൗൺസിലർ ആരാണ് ജനകീയൻ. അങ്ങനെയാണ് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. പക്ഷേ വോട്ടിംഗ് പെർസെൻറ്റേജ് വെച്ച് നോക്കുകയാണ് എങ്കിൽ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി ഏബിൾ കാൻഡിഡേറ്റിനെ നിശ്ചയിക്കുകയാണ് എങ്കിൽ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിജി ഇരിക്കുന്നല്ലോ, കേരളത്തിൽ എന്തെങ്കിലും വികസന കാര്യങ്ങൾ നടക്കും, സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കേരളം ഇപ്പോൾ നമ്മൾ നോക്കുകയാണ് എങ്കിൽ ഏറ്റവും ഉയർന്ന ലെവൽ ജീവിക്കുന്ന ഹൈ സൊസൈറ്റിയിൽ സുഖമായിട്ട് ജീവിക്കാം. ഏറ്റവും താഴേക്കടയിലുള്ളവർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ഒരുപാട് ആനുകൂല്യങ്ങളും വീടുകളും ആഹാരങ്ങളും നീലക്കാർഡ്, വെള്ളക്കാർഡ്, മഞ്ഞക്കാർഡ്, പച്ചക്കാർഡുണ്ട്. ഇടത്തരത്തിലുള്ള ഫാമിലിക്കാർക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. റിട്ടയർഡായി നിന്നാൽ റിട്ടയർഡ് പെൻഷൻ മാത്രമേ ഉള്ളൂ. ബിസിനസ്സുകളാണെങ്കിൽ അതിൻ്റെ വരുമാനങ്ങളേ ഉള്ളൂ. ഗവൺമെൻറ്റുകളിൽ നിന്ന് ആനുകൂല്യങ്ങളില്ല. ഈ ഇടത്തരക്കാരിൽ നിന്നാണ് കൂടുതലും ഗവൺമെൻറ്റിൻ്റെ നികുതികളും GSTകളും എത്തുന്നത്. അപ്പോൾ അത്തരത്തിലൊരു സ്റ്റേറ്റാണ് കേരളം. തമിഴ്നാട് അങ്ങനെയല്ല. കേരളത്തിലെ ഉദാഹരണം ലേഖകനും ഞാനും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആഗ്രഹിച്ചിരിക്കുന്നത് സർക്കാർ ജോലിയിൽ പോകണം. കേരളത്തിൽ, തമിഴ്നാട്ടിലോ കർണാടകത്തിലോ അതല്ല. ആവറേജ് വിദ്യാഭ്യാസം കിട്ടിയാൽ തമിഴ്നാട്ടിൽ കൃഷിക്കോ ബിസിനസ്സിനോ ആൾക്കാർ പോകും. കർണാടകത്തിൽ അങ്ങനെയാണ് പോകുന്നത്. സർക്കാർ ജോലിക്കൊന്നും വലിയ ആഗ്രഹം തമിഴ്നാട്ടിലോ കേരളത്തിലോ ഇല്ല. തമിഴ്നാട്ടിലും കർണാടകത്തിലും ഇല്ല. കേരളത്തിൽ നമ്മൾ പ്രീ ഡിഗ്രി എങ്കിലും +2 എങ്കിലും പഠിച്ചാൽ പോലീസിലെങ്കിലും കയറണം, പട്ടാളത്തിലെങ്കിലും പോകണമെന്ന കാഴ്ചപ്പാടാണ് കേരള ജനത. കേരളത്തിനകത്ത് ബിസിനസ് ചെയ്യാൻ, കൃഷി ചെയ്യാൻ സ്ഥലങ്ങളില്ല. എല്ലാം ഫ്ലാറ്റുകളായിക്കൊണ്ടിരിക്കുന്നു. ബാക്കിയുള്ളതെല്ലാം മലമ്പ്രദേശം. ഇപ്പുറത്തെ സൈഡിൽ അതാണ് കടൽ. പിന്നെ എവിടെയാണ് കേരളത്തിൽ കൃഷി ചെയ്യാൻ സ്ഥലമുള്ളത്? കേരളത്തിൽ കുറേ റബ്ബറുമുണ്ട്, കുറച്ച് ഏലമുണ്ട്, കുറച്ച് ഗ്രാമ്പുണ്ട്, കുറച്ച് കുരുമുളകുണ്ട്. ഇന്ന് കുട്ടനാട് കൃഷിയുണ്ടോ? അതാണ് പറയുന്നത്. കുട്ടനാടുള്ള കൃഷിക്കാർക്ക് കുട്ടനാട് പാക്കേജ് പ്രഖ്യാപിച്ച അടൽ ബിഹാരി വാജ്പേയി ഇരുന്നപ്പം നെൽ കർഷകർക്ക് പാക്കേജ് പ്രഖ്യാപിച്ചത് ഇവിടുത്തെ സർക്കാർ നടപ്പിലാക്കുവാൻ തയ്യാറില്ല. തെങ്ങിൻ്റെ മണ്ടരി രോഗങ്ങൾക്ക് മാറുവാൻ വേണ്ടി കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ പദ്ധതി തരൂ, അതിൻ്റെ പ്ലാൻ തയ്യാറാക്കാം. തെങ്ങുകൾ മുറിച്ചു മാറ്റുന്നു. 2-3 തെങ്ങുള്ള വീടുകൾ പോലും മുറിച്ചു മാറ്റിയിട്ട് ഇൻ്റർലോക്ക് ഇടുന്നു. അതുകൊണ്ടാണ് തേങ്ങയ്ക്ക് ഇന്ന് കിലോയ്ക്ക് 60 രൂപയാകുന്നത്. നെൽ കർഷകർ ദാരിദ്ര്യത്തിലാണ്. അതുപോലെ തന്നെ നമുക്കറിയാം നാട്ടിൻ പ്രദേശങ്ങളിൽ മരിച്ചിനി കൃഷികളുണ്ടായിരുന്നു. ഇന്നുണ്ടോ? കേരളം ഇന്ന് ഒരു ബീഹാറുകാരുടെയും മറ്റ് ഗുജറാത്തികൾ എവിടെ ഉണ്ടല്ലോ, ബീഹാർ, ആസാം, ബംഗാളികളുടെ അതിൻ്റെ ഇടയിൽ കൂടി പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാൻകാരുടെ ഒരു ഗൾഫാണ് കേരളം. നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കുക. കേരളം കഴിഞ്ഞ് നമ്മൾ മംഗലാപുരം കഴിഞ്ഞ് കേരളത്തിലുള്ള ഫോഴ്സ് വീടുകൾ എവിടെയെങ്കിലും കാണാനുണ്ടോ?
ബാംഗ്ലൂർ പോലുള്ള അർബൻ സിറ്റികളെ കാണാം, ചെന്നൈ പോലുള്ള സിറ്റികൾ കാണാം. അവർ ആവറേജ് ജീവിക്കുവാൻ പറ്റുന്ന, കേരളം ഇന്ന് ആശ്രയിച്ചിരിക്കുന്നത് ലോട്ടറിയുടെ കുറേ വരുമാനവും കുറേ ബിവറേജിൻ്റെ വരുമാനവും പിന്നെ 1,75,000 കോടി വരുമാനമുള്ള നമ്മുടെ പ്രവാസികളുടെ പൈസ കൊണ്ടാണ് കേരളം ഇന്ന് ജീവിക്കുന്നത്. ഒരു ഇൻഡസ്ട്രിയൽസ് മേഖലയല്ല കേരളം. കേരളത്തിൽ നല്ലൊരു വ്യവസായമുണ്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്, നിങ്ങളിവിടെ വ്യവസായം തുടങ്ങുവാൻ സ്ഥലം കൊടുക്കണം. എത്ര കാലം കൊണ്ട് ബ്രഹ്മോസിന് സ്ഥലം ചോദിക്കുന്നു UDF ഗവൺമെൻറ്റും അതുപോലെ LDF ഗവൺമെൻറ്റും. സുപ്രീം കോടതി പറഞ്ഞിട്ടാണ് കേന്ദ്ര DRD ബ്രഹ്മോസ് കാട്ടാക്കട 1 ഏക്കർ 28 സ്ഥലം കൊടുത്തിട്ടുള്ളത്. ഒരു 6 മാസം കഴിയുമ്പോൾ എത്ര കുട്ടികൾക്ക് ഇവിടെ ജോലി കിട്ടുമെന്ന് അറിയാം. ഈ കുട്ടികളെല്ലാം റാഫേലിലും ഫ്രാൻസിലും ഒക്കെ പോയി ഡിഫൻസിൽ ജോലി ചെയ്യണ ബിടെക്ധാരി വിദ്യാർത്ഥികൾ ഇനി സ്വദേശത്ത് ജോലി ചെയ്യും. തൊട്ടടുത്ത് വരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഫോറൻസിക് സയൻസ് ലബോറട്ടറി, അതിനും കൊടുത്തിരിക്കുന്നു 34 ഏക്കർ. ഇന്ന് നല്ല രീതിയിൽ ഇവിടെ ഒരു പനി വരെയാണെങ്കിൽ ചെക്ക് ചെയ്യാൻ ഒരു ലാബ് കേരളത്തിലില്ലല്ലോ. N1 H1 പനി പരിശോധിക്കണമെങ്കിൽ പൂനെയ്ക്ക് അയക്കണം. ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടില്ല. രാജീവ് ഗാന്ധി ബയോടെക്നോളജിക്ക് അതിൻ്റെ സംവിധാനമുണ്ട്, പക്ഷേ എക്യുപ്മെൻറ്റ് വയ്ക്കാൻ സ്ഥലമില്ല. തൊട്ടടുത്ത ചെറുവയ്ക്കൽ എന്ന് പറയുന്ന ആക്കുളം വാർഡിൽ സ്ഥലം കൊടുത്തു. ഇനിയും അവർക്ക് സ്ഥലം വേണം. കേന്ദ്ര ഗവൺമെൻറ് സ്ഥലം അക്വസിഷൻ ചെയ്ത് വേണ്ട പദ്ധതി. ഇവിടെ റിസർച്ച് കുട്ടികൾ അതുപോലെ ബയോകെമിസ്ട്രി പഠിച്ച കുട്ടികൾ ഇന്ന് ജർമ്മനിയിലും അമേരിക്കയിലും പോണ്ട, ഇവിടെ തന്നെ നമുക്ക് അതിൻ്റേതായ ഫാക്ടറികളും റിസർച്ചിന് സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേട് കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് കേരളം കേൾക്കുകയില്ല. കുട്ടികൾ ഇന്ന് പഠിക്കുന്നു PM ശ്രീ പദ്ധതി ഒപ്പിട്ടെങ്കിൽ ഞാൻ ഇവിടെ കഴക്കൂട്ടത്തുള്ള സൈനിക സ്കൂളിൽ പോയി. നമ്മൾ കുട്ടികൾക്ക് ആവറേജ് വിദ്യാഭ്യാസം വേണം, ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേണം, വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ +1 +2 കുട്ടികളുടെ ബ്രെയിൻ വികസിക്കുന്ന അനുസരിച്ച് നമ്മൾ സ്കിൽ ഡെവലപ്മെൻറ്റ് കൂടി ചെയ്യണം. ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി വന്നു, അതിനകത്ത് കാർഗോ ലോജിസ്റ്റിക്സിന് വേണ്ടി നമ്മൾ BA പഠിച്ച ഒരുത്തിനെ കൊണ്ടുവന്ന് കാർഗോ കയറ്റാൻ പറ്റുമോ? അതിൻ്റെ ഇടയിൽ കൂടി സ്കൂളിൽ കൂടി ഒരു പാഠ്യപദ്ധതി എങ്ങനെ കാർഗോ ഹാൻഡിൽ ചെയ്യാം, എങ്ങനെ ക്ലിയറൻസ് ചെയ്യാം, എങ്ങനെ പേപ്പർ വർക്ക് ചെയ്യാം എന്നുള്ള ഒരു സ്കിൽ ഡെവലപ്മെൻറ്റും കൂടി കൊടുത്താൽ ഈ ആവറേജ് വിദ്യാഭ്യാസവും ഈ സ്കിൽ ഡെവലപ്മെൻറ്റ് വെച്ച് വരുന്ന MSc പോലുള്ള ഷിപ്പ്, എവർഗ്രീൻ പോലുള്ള ഷിപ്പ്, അദാനി പോലുള്ള കമ്പനികൾ ജോലി കിട്ടാം. ഇപ്പോൾ ആവറേജ് BA വിദ്യാഭ്യാസമോ BCom വിദ്യാഭ്യാസമോ എടുത്ത് അദാനി ഗുജറാത്തിൽ കൊണ്ടുവന്ന ട്രെയിനിങ് കൊടുത്ത് ഇവിടെ വരുന്നു. 28 കൊച്ചു മക്കൾ അവിടെ ക്രെയിൻ ഇന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നു. എല്ലാം ആർട്ടിഫിഷ്യലാണല്ലോ, AI പോർട്ടാണ് വിഴിഞ്ഞം. ഈ കുട്ടികൾ ആവറേജ് വിദ്യാഭ്യാസം +2 ഉള്ള കുട്ടികളെ അദാനി എടുത്ത് ഇവിടെ അവർ ഗുജറാത്തിൽ കൊണ്ടുവന്ന ട്രെയിൻ കൊടുത്തിട്ടാണ് ഇവിടെ വന്നത്. ഈ ക്രെയിൻ ഓപ്പറേറ്റർ സ്കൂളുകളിൽ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് വിഷയമായി പഠിപ്പിക്കുകയാണെങ്കിൽ ജോലി കിട്ടുകയില്ലേ? അതാണ് കേന്ദ്ര PM ശ്രീ പദ്ധതിയിലുള്ളത്. ആവറേജ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമോ പ്രാദേശിക വിദ്യാഭ്യാസത്തിനപ്പുറം കുട്ടികളുടെ അഭിരുചി അനുസരിച്ച് ചെയ്യാം. ഉദാഹരണത്തിന് ചൈനയിൽ നമ്മൾ പോയിട്ടുണ്ട്. ചൈനയിൽ ഓരോ വീട്ടിലും ബാലരാമരത്ത് തെരുവിനകത്ത് മുണ്ട് നെയ്യുന്ന പോലെയില്ലേ, താരി ചുറ്റുന്നതും മുണ്ടിങ്ങനെ നെയ്യുന്നതും. അതേപോലെ ചൈനയിലുള്ള ഷങ്ഷങ്ങിൽ പോയിട്ട് ഗ്രാമപ്രദേശത്ത് നമ്മളൊന്ന് വീക്ഷിക്കുകയാണെങ്കിൽ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ IC ഉണ്ടാക്കുകയാണ്, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. ആ വീട്ടിൽ തന്നെ വേറൊരു കുഞ്ഞ് ഡയോഡ്സ് സോൾവിനായം വെച്ച് ഇത് ചെയ്യുകയാണ്. ആ വീട്ടിൽ തന്നെ വേറൊരു കുട്ടി കപ്പാസിറ്റർ ചെയ്യുകയാണ്. ഇതെല്ലാം കൂടി യോജിപ്പിച്ചിട്ടാണ് നമ്മുടെ ആപ്പിളോ മറ്റേ ഹവലറ്റ് പക്കാഡോ ബാക്കിയുള്ളവർ ചെന്ന് ഒത്തെടുക്കുന്നത്. ഇതൊന്നും ആപ്പിൾ കമ്പനിക്കാർ ചെയ്ത് വയ്ക്കുന്നതില്ല. ചൈന, കൊറിയ പോലുള്ള ഗ്രാമങ്ങളുടെ കുഞ്ഞുങ്ങൾ 8ലും 9ലും SSLCക്കോ ഒക്കെ പഠിക്കുമ്പം ഇതെല്ലാം ചെയ്ത് കൂട്ടി അവരുടെ കുടിൽ വ്യവസായമാണ് ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ മേഖല. കേരളത്തിൽ എന്തുകൊണ്ട് ബിരുദധാരികളായ വിദ്യാർത്ഥികൾക്ക് ചെയ്തുകൂടാ? ഇന്ന് ഗൂഗിളിൻ്റെ ഏറ്റവും ചീഫായിരിക്കുന്ന CEO മലയാളിയാണ്. ഫേസ്ബുക്ക് കൈകാര്യം ചെയ്യുന്നത് കോട്ടയത്തുള്ള ഒരു നല്ല മിടുക്കനായ ബിടെക് പയ്യനാണ്. ഏകദേശം 3-4 കോടി രൂപ ശമ്പളം വാങ്ങിക്കുന്നത്. അതുപോലെ വാട്സപ്പ് കൈകാര്യം ചെയ്യുന്നത്. ഇതൊക്കെ നമ്മളെ നാട്ടിൽ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറും അതിനുള്ള ഡെവലപ്മെൻറ്റ്, കരിയർ സ്കിൽ ഡെവലപ്മെൻറ്റ് നമ്മളെ കുഞ്ഞുങ്ങൾക്ക് PM ശ്രീ കൂടി പറഞ്ഞു കൊടുത്താൽ, അത് കേരളത്തിൽ വേണ്ടെന്ന് പറഞ്ഞാൽ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വിവരം വയ്ക്കും, SFIക്കും AISFനും കല്ലെറിയുവാൻ പിള്ളേരെ കിട്ടുകയില്ല. SSLCക്ക് പഠിച്ച് പ്രീ ഡിഗ്രിക്ക് പോകുമ്പം പയ്യൻ്റെ പോക്കറ്റിനകത്ത് പൈസ ഉണ്ടാകും. ആ വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ ഒരു ഓഹരി അച്ഛനും അമ്മയും കൊടുക്കും.
കേരളത്തിൽ ഡിഗ്രിയും കല്യാണം വരെ വേണമെങ്കിൽ കല്യാണത്തിൻ്റെ ചെലവ് വരെ ഇന്ന് അച്ഛനും അമ്മയും നോക്കുന്നു. ക്യൂബയിലോ റഷ്യയിലോ ജർമ്മനിയിലോ ഇംഗ്ലണ്ടിലോ അങ്ങനെയല്ല. അവർ ആവറേജ് വയസ്സ് കഴിഞ്ഞ് വിദ്യാഭ്യാസം കഴിഞ്ഞാൽ സ്വന്തമായി നീ ജോലി നോക്കി പോ എന്നാണ് പറയുന്നത്. അവൻ പഠിച്ച കോഴ്സിലും സ്കിൽ ഡെവലപ്മെൻറ്റിലും. അത് ലോജിസ്റ്റിക്സ് ആവാം, ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ആകാം, വെൽഡിങ് ആവാം, ഓയിൽ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നല്ലൊരു കോഴ്സാണ് ഇപ്പം മറ്റേ തീപിടുത്തമൊക്കെ നടക്കുമ്പോൾ ഫയർ ആൻഡ് സേഫ്റ്റി. വിഴിഞ്ഞത്ത് ബങ്കറിങ്ങിന് മറ്റ് സംസ്ഥാനത്തിലെ പിള്ളേരാണ് വരുന്നത്. ഇന്ത്യൻ ഓയിൽ പോയാൽ ട്രെയിനിങ് ഉണ്ട്, ഭാരത് പെട്രോളിയത്തിൽ പോയാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ട്രെയിനിങ് കൊടുക്കുന്നു. എങ്ങനെയാണ് ഈ ഓയിൽ കൊണ്ടുവന്ന് ഷിപ്പിനകത്ത് ബങ്കറിങ് ചെയ്യാം. ഒരു കപ്പൽ വരുമ്പോൾ 20 സ്റ്റാഫാണ് ഡീസൽ കൊടുക്കാൻ വേണ്ടി ബങ്കറിങ് ആവശ്യം. കേരളത്തിൽ എത്ര കുട്ടികൾ ബങ്കറിങ് സ്കൂളുകളിൽ കൂടി സ്കിൽ ഡെവലപ്മെൻറ്റ് പഠിപ്പിച്ചിട്ടുണ്ട്. ടൺ കണക്കിന് കപ്പാസിറ്റിയുള്ള 40 കാർഗോകൾ വിഴിഞ്ഞത്ത് കൈകാര്യം ചെയ്യുന്നു. ഒരു കപ്പലിൽ നിന്ന് മറ്റു കപ്പലിലും താഴെ ഇറക്കി വെച്ച്. എത്ര കുട്ടികൾക്ക് ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് അറിയുവാൻ കോളേജ് തലത്തിൽ നിന്ന് കേരള സർക്കാർ സ്കിൽ ഡെവലപ്മെൻറ്റ് പഠിപ്പിക്കുന്നു. ERNTC കെൽട്രോൺ പോലുള്ള ഒരു കാലത്ത് കെൽട്രോണിൻ്റെ TV ആണ് ഏറ്റവും നല്ല TV. ഇന്ന് കെൽട്രോൺ ഉണ്ടോ? ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ വർക്ക് സ്കൂളുകളിൽ കൂടി കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിക്കാം? ഇല്ല. കേരളത്തിൽ MBBS ആവണം, ഡോക്ടർ ആവണം, നല്ല രീതിയിൽ എഞ്ചിനീയർ ബിടെക് എടുക്കണം, വെളിയിൽ പോകണം. കേരളം എന്ന് പറയുന്ന ഇന്ന് വയസ്സായവരുടെ ഒരു സംസ്ഥാനമായിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ നല്ല PM 3000 രൂപ ലംസം ഗ്രാൻഡ് ഉണ്ട്. PM ശ്രീക്ക് സൈക്കിൾ കൊടുക്കുന്നുണ്ട് സ്കൂളിൽ പോകാൻ. അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് പഠിക്കുവാൻ സിനിമ മേക്കിങ്, കാർട്ടൂണ് തുടങ്ങിയ ലാപ്ടോപ്പ് കൊടുക്കുന്നു. ഇതെല്ലാം PM ശ്രീ വഴി സാധാരണ ഗവൺമെൻറ് സ്കൂളുകളിൽ കൂടി കൊടുക്കാം. അതേസമയം കേന്ദ്ര വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ഇന്ന് എനിക്കറിയാവുന്നുള്ള കേസാണ്. തുറമുഖത്തിനകത്ത് കൊച്ചിയിൽ നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസത്തിൻ്റെ PM ശ്രീ പഠിപ്പിക്കുന്ന ചൈനീസ് സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾ +2 കഴിഞ്ഞപ്പോൾ ക്യാമ്പസ് സെലക്ഷനിൽ വിഴിഞ്ഞം പോർട്ടുകളിൽ ഷിപ്പിംഗ് കമ്പനിയിൽ ജോലി കിട്ടും. കസ്റ്റംസ് ക്ലിയറൻസ് ആൻഡ് ഫോർവേഡിങ്. ആവറേജ് ഇംഗ്ലീഷ് എഴുതാൻ അറിഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ പഴയതുപോലെ ബുക്കിലൊന്നും അല്ല. ഒരു ഐഫോൺ ഉണ്ട് എങ്കിൽ വീട്ടിൽ ഇരുന്ന് സംരംഭകരാകാം. അതിന് മുദ്രാ ലോൺ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂനതമായ ഹൈടെക് ഡിജിറ്റൽ സംവിധാനം കേരളത്തിൽ വരുമ്പോൾ ഇവിടുത്തെ സഹാക്കൾക്കും കോൺഗ്രസ്സുകാർക്കും പിള്ളേരെ ബസ്സെറിയാനും കല്ലെറിയാനും തടയാനും കിട്ടുകയില്ല. രാജ്യം ഡെവലപ്മെൻറ്റിൻ്റെ ഇതിലേക്ക് പോകും. അതാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്, മാറാത്തത് മാറും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.